ഹായ്, CBSE 2 ബോർഡ് എക്സാമാണ് ഇപ്രാവശ്യം നടത്തുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രധാന അപ്ഡേഷൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പാരൻസിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലൊക്കെ ഒരാശങ്ക ഉണ്ട്, എങ്ങനെയാണ് ഇത് എക്സാമിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. CBSE നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. 2 ബോർഡ് എക്സാം നടക്കുന്നത്, ഒന്ന് ഫെബ്രുവരിയിലാണ്, മറ്റേ എക്സാം വരുന്നത് മെയ്യിലാണ്. ഫെബ്രുവരിയിൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ആർക്കൊക്കെ എഴുതാൻ പറ്റും, എന്താണ് ഇതിൻ്റെ ഒരു അങ്ങോട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യൽ കമ്പൽസറിയാണ്. അതായത് 10th പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യൽ കമ്പൽസറിയാണ്. ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പം 3 സബ്ജക്റ്റിലും മാർക്ക് കുറവുണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് ഇൻക്ലൂഡിങ് ലാംഗ്വേജ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് കൂടാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഒറ്റ എക്സാമും ഫസ്റ്റ് ബോർഡ് എക്സാമിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ബോർഡ് എക്സാം അപ്പിയർ ചെയ്യാനുള്ള ചാൻസ് അവിടെ ഇല്ല. നിങ്ങളെ CBSE വിളിക്കുന്നത് എസെൻഷ്യൽ റിപ്പീറ്റേഴ്സ് എന്നാണ്. അതായത് അടുത്ത അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം, ഇനി ബോർഡ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ സബ്ജക്റ്റും അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്കൻഡ് ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ഫെയിലായാൽ പോലും നിങ്ങൾക്ക് കമ്പാർട്ട്മെൻറ്റ് എക്സാം എന്നുള്ള പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ ബോർഡ് എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എക്സാമിന് നല്ലോണം പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇൻ എനി കേസ് എന്തെങ്കിലും മാർക്ക് കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ബോർഡ് എക്സാം മെയിൽ നടക്കുന്ന എക്സാമിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടി നിങ്ങൾക്ക് CBSE തരികയാണ്.